ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ ഉയർത്തി കുവൈത്തിൽ വിശ്വാസികൾ ഈദ് ആഘോഷിച്ചു. അതേസമയം കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളി സമൂഹം ഈദ് ആഘോഷങ്ങൾ ഒഴിവാക്കിയിരുന്നു. കുവൈറ്റിലും ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ ഉയർത്തി വിശ്വാസികൾ ഈദ് ആഘോഷിച്ചു. രാജ്യത്തെ ജുമാ നമസ്കാരം നടക്കുന്ന നിരവധി പള്ളികളിലും 54 ഈദ്ഗാഹുകളുമായി സജ്ജീകരിച്ച ഈദ് പ്രാർത്ഥനയിൽ സ്വദേശികളും വിദേശികളുമായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. അതിരാവിലെ തന്നെ വിശ്വാസികൾ ഈദ് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനായി പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും എത്തിയിരുന്നു. കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽഹമ്മദ് അൽ സബാഹും ഭരണതലത്തിലെ പ്രമുഖരും ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു. നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ഈദ് ആശംസകൾ കൈമാറി. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ മലയാളം ഖുതുബയോടുകൂടിയുള്ള ഈദ് പ്രാർത്ഥനകളും നടന്നു. മംഗഫ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കുവൈറ്റ് പ്രവാസികളുടെ ഇത്തവണത്തെ ഈദ് കടന്നു പോകുന്നത്. ഈദിനോടനുബന്ധിച്ച് വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഈദാഘോഷ പരിപാടികൾ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും മംഗഫിലുണ്ടായ അപകടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സഹോദരന്മാരോടുള്ള ആദരസൂചകമായി ആഘോഷ പരിപാടികൾ ഒന്നും തന്നെ വേണ്ട എന്ന തീരുമാനത്തിലാണ് കുവൈറ്റിലെ മലയാളി സമൂഹം. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.